നമുക്കിന്നൊരേ നെല്ലിക്ക അച്ചാറിടാം കേട്ടോ. അപ്പോൾ ഞാൻ ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് വേണ്ട ചേരുവകളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. തീ കുറച്ച് വെച്ചിട്ടിടാവേ. ആദ്യമേ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായില്ല. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കൂടെ നമുക്ക് കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. മുഴുവനോടെയുള്ള ഉലുവ പൊടിയിൽ വേറെ ഇടുന്നുണ്ടേ. ഉലുവ 2-3 അതിനകത്ത് ഇട്ട് കൊടുക്കാം. അപ്പുറത്തെ അടുപ്പിലില്ല, ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അച്ചാറിനുള്ള വെള്ളമാണത്. നന്നായിട്ട് തിളക്കുന്നുണ്ടത്. ഒരിക്കലും അച്ചാറിനകത്ത് പച്ചവെള്ളം കോരി ഒഴിക്കരുത് കേട്ടോ. കടുക് ഒക്കെ പൊട്ടി ഏകദേശം പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പം കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി ഞാനിടാൻ പോകുന്നത് എന്താണെന്നറിയാമോ? കാന്താരി 2-3 എനിക്ക് എൻ്റെ ആവശ്യത്തിന് വേണം. ഇതും എൻ്റെ ആവശ്യത്തിന് തന്നെയാണ്, അത് ഞാൻ പറയുകയാണ്. കൊടുക്കാം. ഇനി നമ്മൾ ഇടാൻ പോകുന്നതെന്ന് പറയുന്നത് വെളുത്തുള്ളി. ഇതൊക്കെ നന്നായിട്ട് ചേരണം കേട്ടോ, എന്നാലേ അച്ചാറിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അത് നന്നായിട്ടൊന്ന് മൂക്കട്ടെ. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പില. ഗ്യാസിന് ഈ വെള്ളത്തിൻ്റെ ഗ്യാസിന് ഓഫ് ചെയ്യണേ. ഇവിടെ എത്രയും ഗ്യാസുകളുടെ കാര്യമില്ലല്ലോ, അതവിടെ തിളക്കട്ടെ. അല്ല അപ്പോഴത്തേക്ക് ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതൊക്കെ അവിടെ ഇരുന്ന് മൊരിയട്ടെ. ഇതെല്ലാം ഒരുവിധം മൂത്തിട്ടുണ്ടേ. അപ്പോൾ നമുക്കിനി ഉപ്പിട്ട് കൊടുക്കാം അതിനകത്തേക്ക്. നെല്ലിക്ക നമ്മൾ ആവിക്കകത്ത് വെച്ചാണ് പൊഴിഞ്ഞെടുത്തത്. അപ്പോൾ ഉപ്പൊന്നും കയറിയിട്ടില്ല ഇതിൻ്റെ. ഇത്ര ഉപ്പിടാനായിട്ട് പേടിക്കണ്ട കേട്ടോ, അത് ഇരുന്ന് ചെയ്യാവുള്ളൂ. അവിടെ വെച്ച് പാത്രത്തിന് മൂടി വെച്ച് ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. മുളക് പൊടി അച്ചാറല്ലേ, കുറച്ച് കൂടുതലിരുന്നോട്ടെ. ഇത് ഭസ്മം പോലത്തെ പൊടികളായിട്ടാണ്. നേരിയ തരിതരിപ്പുണ്ട് ഇതിനകത്ത്. ഇതൊന്ന് മൂക്കട്ടെ. മുളക് പൊടി ഒന്ന് മതിയാവോ? ഇത്തിരി കൂടെ ഇട്ട് കൊടുക്കാം. അച്ചാറല്ലേ, എരിവ് കൂടിയാലും കുഴപ്പമില്ല. നന്നായിട്ട് മൂക്കട്ടെ. ഇത് നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നെല്ലിക്ക ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി മാറ്റാൻ വേണ്ടിയാണ് പാട്. നമുക്ക് കൈക്ക് വയ്യ. അതിൻ്റെ ഇടയിൽ കൂടെ
ഇപ്പോൾ ഒരു കാര്യം ചെയ്യാതെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, തിളച്ച വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാൻ നോക്കട്ടെ. ഇനി തിളച്ച വെള്ളത്തിനകത്ത് കിടന്ന് അതൊന്ന് ശരിയായിക്കോട്ടെ. അല്ല, എന്തുമാത്രം മുളകിട്ടതാണ്. എൻ്റെ ഇങ്ങനെ കണ്ടോ, അതിൻ്റെ സാധനങ്ങളൊന്നും കാണാത്ത പോലെ. എൻ്റെ കൈയെല്ലാം പൊള്ളി നാശമാകും. ഇപ്പം നമുക്കൊന്ന് ഉപ്പ് നോക്കാം കേട്ടോ. എന്താണെന്നറിയാമോ, ഉപ്പ് ഇത്തിരി മുൻകൂർ നിൽക്കണം. മുൻകൂറല്ല, മുൻപ് നിൽക്കണം. നല്ല ഉപ്പുണ്ട്. ഇനി നമുക്ക് ചേർക്കാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കായപ്പൊടിയും ഉലുവപ്പൊടിയും ചേർക്കണം. കായം തുറക്കാൻ പറ്റുന്നില്ല. കായപ്പൊടി ഞാൻ ഒരുവിധം നന്നായിട്ട് കായ ഇടും കേട്ടോ അച്ചാറിനകത്തൊക്കെ. വെള്ളം പോയെങ്കിൽ എടുക്കണം. അപ്പുറം അല്ല മുണ്ടില്ല നീ എന്താ ഉലുവപ്പൊടി കൂടി ഇട്ട് കൊടുക്കണേ. ഉലുവ നമ്മൾ നേരത്തെ എടുത്തുകൊണ്ട് കുറച്ച് മതി കഴിക്കുന്നതിപ്പോൾ. ഇങ്ങനെയാണ് ചുമക്കൂല പോകുന്നുണ്ട്. ഇത് മൊത്തത്തിലൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യുണ്ടല്ലോ ഈ ചീനച്ചട്ടിയുടെ, എനിക്ക് പൊക്കം കുറവല്ലേ, അപ്പോൾ ഈ ചീനച്ചട്ടി അടപ്പിച്ചിട്ട് പൊങ്ങിയിരിക്കണത്. പക്ഷെ എൻ്റെ കൈ മുഴുവൻ പൊള്ളി നാശമാവുന്നു. ഒന്നാമത് ഷുഗറും കുന്തമൊക്കെ ഉള്ളതാണ്. നല്ല സൂപ്പർ അച്ചാറാണ്. എന്നിട്ട് ഞാൻ ഇട്ടുകൊണ്ട് പറയാമല്ല കേട്ടോ, നല്ല സൂപ്പർ. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പറയുകയാണ്. ഈ അച്ചാറിൻ്റെ റെസിപ്പി ഞാൻ കൊടുക്കാം കേട്ടോ. അച്ചാറിൻ്റെ എന്താ പറയുക, ഇതിട്ട് കഴിഞ്ഞിട്ട് ഞാൻ വിനാഗിരി ഒഴിക്കില്ല കേട്ടോ. എനിക്കിഷ്ടമില്ല വിനാഗിരി ഒഴിക്കുന്നത്. ആവശ്യമുള്ള എടുത്ത് കുറച്ച് പുറത്തെടുത്ത് വെച്ചിട്ട് ബാക്കിയൊന്ന് ഫ്രിഡ്ജിലോട്ട് കയറ്റി വെക്കും. അത് പിന്നെ ചീത്തയായി പോകുന്ന പ്രശ്നമില്ല. വിനാഗിരി ഒഴിക്കുന്നത് നമ്മൾ ചീത്തയാവാതിരിക്കാനായിട്ടാണ്. എനിക്കതിൻ്റെ ആ പുളി ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ നാരങ്ങാച്ചാറിന് മാത്രം ചിലപ്പോൾ തോന്നിയാൽ, അധികം കയ്പില്ലാത്ത നാരങ്ങയാണെങ്കിൽ അത് ഒഴിക്കില്ല ഞാൻ. അപ്പോൾ ഇതുകൊണ്ട് തീർന്ന്. ഇപ്പോൾ ഒരു കാര്യം പറയാമെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോ കണ്ടിട്ട്, എൻ്റെ വീഡിയോ മാത്രമല്ല എൻ്റെ അച്ചാറും കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണ്. ഞാൻ ലാസ്റ്റ് സ്റ്റേജ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കണം, ഒരു കമൻറ്റ് ചെയ്യണം, ഏറ്റവും നന്നായിട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. പ്ലീസ്, ഇത്രയൊക്കെ എനിക്ക് പറയാനായിട്ടുള്ളേ. അച്ചാർ ഇതിപ്പോൾ ആവില്ല കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഇതിങ്ങനെ ഇരുന്നിട്ട് ഞാൻ ഈ ചട്ടിക്കകത്ത് തന്നെ ഇത് വെച്ചേക്കും. അപ്പോൾ ഇതിൻ്റെ ഈ വെള്ളമെല്ലാം നാരങ്ങയ്ക്ക് ആ നെല്ലിക്കയുടെ ഉള്ളിലേക്ക് നന്നായിട്ട് കയറി, എന്താ പറയുക, എൻ്റെ വായിൽ വെള്ളം വരുന്നു, നന്നായിട്ട് അബ്സോർബായിട്ട് അത് നല്ല സ്മൂത്തായിട്ടിരിക്കും. എന്നാലോ ഒരുവിധം നല്ല കട്ടിയിൽ തന്നെ ഇരിക്കുകയും ചെയ്യും. ഇത് വേണമെങ്കിൽ നമുക്ക് ഈ പരുവത്തിൽ തന്നെ പാത്രത്തിനകത്തേക്ക് മാറ്റാം. അപ്പോൾ വേണ്ട, അവിടെ അച്ചാറിന് വലിയ ചിലവില്ലാത്തതാണ്. അപ്പോൾ അതിങ്ങനെ ഇരിക്കും.
ഫ്രിഡ്ജിലാകുമ്പോൾ ആരെങ്കിലും പിന്നെ ഞാൻ പിന്നെ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ കൊടുക്കുകയും ചെയ്യും കേട്ടോ. പൈസക്കല്ല കേട്ടോ, അതോർത്ത് ഇരിക്കല്ലേ, പൈസക്കല്ല. നമ്മുടെ ആൾക്കാർ ആരെങ്കിലുമൊക്കെ ഇതിനകത്ത് കുറച്ചൊന്നും അനിയത്തിക്കാൻ ആദ്യമേ തന്നെ കൊടുക്കും. ഞാനിവിടെ എന്താ ഇട്ടാലും അവൾക്ക് കൊടുക്കും. പിന്നെ ബാക്കിയുള്ളത് ഇവിടെ ആരെങ്കിലും വരികയാണെങ്കിലോ ആരെങ്കിലും ചോദിക്കുകയാണെന്നുണ്ടെങ്കിലോ കുറച്ചെടുത്ത് കൊടുക്കും ഞാൻ. വെക്കട്ടെ എന്നാൽ. ഇതാ അച്ചാറിൻ്റെ ഫൈനൽ സ്റ്റേജാണ്. ഇനി ഞാൻ ഓഫ് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചട്ടിക്കകത്തിരുന്നിട്ട് ഇനി ഇതെല്ലാം കൂടി ഞാൻ പറഞ്ഞില്ലേ, എല്ലാം കൂടി അതിനകത്തേക്കൊന്ന് ചേർന്ന് വരും. അപ്പോൾ ഈ വെള്ളവും കൂടെ വറ്റും. എന്തായാലും തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കുപ്പിക്കകത്താക്കി വെക്കാം കേട്ടോ.